അസ്സലാമു ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ബ്രൗൺ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ് പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, ചെറിയൊരു പീസ് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത്, പിന്നെ മയണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാവും ലിങ്ക്. പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലേദിവസമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ, ഓഫീസിലേക്ക് പോകുമ്പോൾ ആക്കണമെങ്കിൽ. അപ്പോൾ ബ്രെഡ് സ്ലൈസിൻ്റെ ഇതുപോലെ അരിക് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് വെച്ചൊന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മറ്റുള്ള വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായി പൊടിയായി അരിഞ്ഞാൽ മതി. അപ്പോൾ അത് ചിക്കൻ്റെ കൂടെ അതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സവാള ചേർക്കണം എന്നുണ്ടെങ്കിൽ സവാള പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കാം, ഒന്ന് വേവിക്കൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ, അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പും പെപ്പറും ഇട്ടിട്ട് വേവിച്ചതാണ്, എന്നാലും അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമുള്ള പെപ്പറും കുറച്ച് ഉപ്പ്, ആ ഒരു വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയണൈസ് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുള്ള മയണൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് തലേദിവസമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മയണൈസ് ഇതിൽ ഞാൻ ഫുള്ള് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ബ്രെഡ് സ്ലൈസിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തിക്കിലാണ് തേക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ഇതിൽ തിക്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്നും അളവ് പ്രത്യേകിച്ച് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ അളവാണെങ്കിലും ഈ എടുത്ത ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഒണിയൻ ചേർക്കണമെങ്കിൽ ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 സ്ലൈസിലും തേച്ചിട്ട് മറ്റേതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്, വളരെ ടേസ്റ്റാണ് കേട്ടോ. ബ്രൗൺ ബ്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.